ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ആസ്ക് മെറ്റ AI എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ അവസാനം വാട്സപ്പ് അവരുടെ സ്വന്തം ചാറ്റ് ബോട്ടുമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗൂഗിളിന് ഉണ്ട്, അതുപോലെ തന്നെ ചാറ്റ് GPT, ഗൂഗിൾ പ്രാഡ്, മൈക്രോസോഫ്റ്റ് ബിങ് AI, ഇങ്ങനെ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ വാട്സപ്പ് അവരുടേതായിട്ടുള്ള സ്വന്തം ചാറ്റ് ബോട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് നമുക്ക് ചാറ്റ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെല്ലാം അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ മെറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക് അല്ല തന്നെ വാട്സപ്പിൻ്റെ ഒക്കെ ഒരു പാരൻറ്റ് കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കയറുന്ന സമയം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സിറ്റി ഗാർഡൻ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സിറ്റി ഗാർഡൻ ഐഡിയാസ് എങ്ങനെയാണോ അത് ചെയ്യേണ്ടതെന്ന് ആ ഒരു റോബോട്ട് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി ജനറേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗോരിതംസ് വെച്ചിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അവരൊരു ലിസ്റ്റ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ റോബോട്ടിനോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവർ തരുന്നൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി 2020 വേൾഡ് കപ്പിൽ ആ ഒരു ടീമിൻ്റെ ലിസ്റ്റാണ്. രോഹിത് ശർമ്മ, ഹർഷിത്, കോഹ്ലി, ഇങ്ങനെ ആ മൊത്തം ലിസ്റ്റാണ് നമുക്ക്. കുൽദീപ്, അതുപോലെ തന്നെ ആ ചാഹൽ, അങ്ങനെയുള്ള ആ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇത് ഗൂഗിളുമായിട്ട് സെർച്ച് ചെയ്തിട്ടാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ നോക്കുകയാണ്, ഇന്ത്യയുടെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് എനിക്കിപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അത് ബൈ ടേബിൾ ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് തന്നിട്ടുള്ള ഇപ്പോൾ സീരിയൽ നമ്പർ, സ്റ്റേറ്റ്, ക്യാപിറ്റൽ, ഓരോ ലിസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. 1 to 28 സ്റ്റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ടെറിട്ടറീസും അതിൻ്റെ നമ്പറും അടക്കമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നുണ്ടാവുക. ഇനി ഞാൻ അതന്നെ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുകയാണ്, ഇന്ത്യ സ്റ്റേറ്റ് ലിസ്റ്റ് വിത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു ടേബിൾ വൈസ്ഡ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു ടേബിളിന് സ്റ്റേറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പോപ്പുലേഷൻ എത്രയാണെന്നുള്ളത് 2020 പോപ്പുലേഷൻ കണക്ക് വരെ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓരോ സ്റ്റേറ്റും അതിൻ്റേതായിട്ടുള്ള പോപ്പുലേഷൻ അടക്കമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു തംസപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ തരുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു 1-to-1 ഇൻട്രാക്ഷനാണ് ഇതിൽ നടക്കുന്നത്. അടുത്തൊരു കാര്യം നോക്കുക, ഞാൻ സച്ചിൻ്റെ ഫോട്ടോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റോബോട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സച്ചിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത് അൽഗോരിതം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സച്ചിൻ്റെ ഒരു ഇമേജാണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാകും. ഇനി എനിക്കൊരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് എനിക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കമ്പനീൻ്റെ പേര് സ്പൈസസ് ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി ഗൂഗിളിലുള്ളൊരു കമ്പനിയാണ്. അതായത് ഓൾറെഡി ഞാൻ ഗൂഗിളിൽ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അവരെന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പോൾ ഇതേ സാധനം നമുക്ക് ഗൂഗിളിൽ പോയിട്ടും സെർച്ച് ചെയ്യാം. ബട്ട് ഈ മെറ്റ AIൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെറ്റ AI അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാരണം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വാട്ട് ഈസ് കാർഡമൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബോട്ടിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൂടാതെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ വിത്ത് ഫോട്ടോ. അതായത് കാർഡമണിനെ ഒരു ഫോട്ടോ വഴി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ചെറിയൊരു സമയം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡിസ്പ്ലേ തരുന്നുണ്ടാവും. നോക്കുക, ഇത് AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു കാടമൻ എന്ന് പറയാൻ പറ്റും, എന്നാൽ കാടമൻ ആണോ ചോദിച്ചാൽ അല്ല, എന്നാൽ ഒരു കാടമൻ്റെ ഒരു ഫോട്ടോയും തൊട്ട് ബേക്കിൽ തന്നെ മറ്റു കുറച്ച് സ്പൈസസിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൊക്കേഷൻ, അതായത് നമ്മുടെ ഗാലറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇനി ഞാൻ ചോദിക്കുകയാണ്, ക്രിയേറ്റ് എ ലോഗോ ഫോർ സ്പൈസസ് ട്രയൽസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് എ ലോഗോ ഷോപ്പ് നെയിം സ്പൈസസ് ട്രയൽസ്. ഇത് എൻ്റെ കമ്പനീൻ്റെ പേരാണ്. ഞാൻ ചോദിക്കുകയാണ് ഒരു ലോഗോ, എൻ്റെ കമ്പനിക്ക് വേണ്ടി ഒരു ലോഗോ ഉണ്ടാക്കാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. നോക്കുക, ചെറിയൊരു വാവ്, അമേസിങ്. കാരണം അവർ സ്പൈസസ്, ആ സ്പൈസസ് എത്രത്തോളം ഉണ്ടോ, ഏതൊക്കെ സ്പൈസസുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിസൈന്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ലോഗോ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു, ഓ മൈ ഗോഡ്, തീർച്ചയായിട്ടും ബോട്ട് എന്നോട് പറയാണ് ഐ ഗ്ലാഡ് ടു ലൈക്ക് ദ ലോഗോ കൺസെപ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ 1-to-1 ഇൻട്രാക്ഷനിൽ നമ്മൾ എന്താണോ ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരാളോട് ചോദിക്കുന്നു, അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, അതുപോലെയാണ് ഈ ചാറ്റ് ബോക്സ്